ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ എഐ ഇംപാക്ട് ഉച്ചകോടിയിലെ ന്യൂഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ച് 88 ലോകരാജ്യങ്ങൾ. ഉച്ചകോടിക്ക് സമാപനമായി. സംസ്ഥാനത്ത് എസ്ഐആർ നടപടിക്രമങ്ങൾക്ക് ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. പട്ടികയിൽ 2,69,00,000-ലേറെ സമ്മതിദായകർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. പരിമിതികളെ മറികടന്ന് ഭരണഘടനാ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ വികസനം ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 5ാം കേരള പഠന കോൺഗ്രസിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓസ്ട്രേലിയയ്ക്കെതിരായ വനിതാ ട്വന്റി പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. 3ാം മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 17 റൺസിന് പരാജയപ്പെടുത്തി. പുരുഷ ട്വന്റി ലോകകപ്പ് സൂപ്പർ 8 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡാ സിൽവയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ബ്രസീൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ബ്രസീൽ ബന്ധം ശക്തിപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. അപൂർവ നിർണായക ധാതുക്കൾ, ഡിജിറ്റൽ സഹകരണം, ആരോഗ്യം, MSME എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിരവധി കരാറുകൾ ഇരു രാജ്യങ്ങളും കൈമാറി. ന്യൂഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചുകൊണ്ട് 5 ദിവസം നീണ്ടുനിന്ന ഇന്ത്യ എഐ ഇംപാക്ട് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സമാപനമായി. സഹകരണത്തിൽ ഊന്നിയുള്ള വിശ്വസനീയവും സുരക്ഷിതവുമായ ഒരു എഐ ആവാസ വ്യവസ്ഥ ലോകമെമ്പാടും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മുന്നോട്ടുവയ്ക്കുന്ന ന്യൂഡൽഹി പ്രഖ്യാപനം 88 രാജ്യങ്ങൾ അംഗീകരിച്ചു. സർവജൻ ഹിതായ സർവജൻ സുഖായ എന്ന തത്വത്താൽ നയിക്കപ്പെടുന്ന ഈ പ്രഖ്യാപനം എഐയുടെ നേട്ടങ്ങൾ മനുഷ്യരാശിയിലുടനീളം തുല്യമായി പങ്കിടണമെന്ന് അടിവരയിടുന്നു. ഇന്നലെ സമാപിച്ച ഉച്ചകോടിയിൽ 20-ലധികം രാഷ്ട്രത്തലവന്മാരും 118 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുത്തു. മികച്ച പ്രതികരണം കണക്കിലെടുത്ത് ഇന്ത്യ എഐ ഇംപാക്ട് എക്സ്പോ ഇന്നത്തേക്ക് കൂടി നീട്ടിയിരുന്നു. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 1,33,26,048 പേർ പുരുഷന്മാരും 1,38,27,319 പേർ സ്ത്രീകളും 227 ട്രാൻസ്ജെൻഡറും ഉൾപ്പെട്ടതാണ് അന്തിമ വോട്ടർ പട്ടിക. 2,23,558 പ്രവാസി വോട്ടർമാരും 54,110 സർവീസ് വോട്ടർമാരും പട്ടികയിലുണ്ട്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാൻ electoralsearch.eci.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. 2,69,53,644 പേരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ ഉള്ളത്. electoralsearch.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാവും. തിരിച്ചറിയൽ കാർഡിന്റെ നമ്പറും മറ്റു വിവരങ്ങളും നൽകിയും ബന്ധുവിന്റെ പേരും ജനനതീയതി അടക്കമുള്ള വിവരങ്ങൾ നൽകിയും മൊബൈൽ നമ്പർ നൽകിയും പേര് പരിശോധിക്കാൻ ഈ വെബ്സൈറ്റിൽ സംവിധാനമുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിലുള്ള ബൂത്ത് തല പട്ടികയും പരിശോധിക്കാൻ സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. പരിപാടിയുടെ 131ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ചെയ്യുന്ന ഓരോ വികസന പ്രവൃത്തിയും വികസിത ഇന്ത്യയിലേക്കുള്ള ചുവടുവയ്പിന് നിർണായകമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. തിരുവനന്തപുരം നഗരസഭാ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജനപ്രതിനിധികൾക്ക് രാഷ്ട്രീയമില്ല. എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടിയാണ് അവർ പ്രവർത്തിക്കേണ്ടതെന്നും ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു. പരിമിതികളെ മറികടന്ന് ഭരണഘടനാ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ വികസനം ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 5ാം കേരള പഠന കോൺഗ്രസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള വികസന മാതൃകയെ കാലാനുസൃതമായി പുതുക്കി പണിയാനുള്ള വേദി കൂടിയാണ് പഠന കോൺഗ്രസെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
കേരളത്തെ ലോകത്തിനു മുന്നിൽ വ്യത്യസ്തമാക്കുന്ന നമ്മുടെ സാമൂഹ്യക്ഷേമ പാരമ്പര്യം ദുർബലപ്പെടാൻ പാടില്ല. ലോകത്തിന് തന്നെ മാതൃകയായ സാമൂഹ്യക്ഷേമ ഇടപെടലുകൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ വികസിത നവകേരളം സൃഷ്ടിക്കാനാണ്. ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ചില പ്രതിസന്ധികളെ തിരിച്ചറിയാനും അവയെ തരണം ചെയ്യാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണിവരെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള അന്തിമ ഉപധനാഭ്യർത്ഥനകൾ സംബന്ധിക്കുന്ന ധനവിനിയോഗ ബില്ലിന്മേൽ ചർച്ച നടക്കും. ഫെബ്രുവരി 27 വരെ ചേരുന്ന സഭ പിന്നീട് മാർച്ച് 4-ന് വീണ്ടും സമ്മേളിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലോക മാതൃഭാഷാ ദിനാചരണത്തോടനുബന്ധിച്ച് പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ വായനമൂല ഒരുക്കി ജീവനക്കാർ. ജില്ലാ കളക്ടർ മാധവിക്കുട്ടി MS വായനമൂലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. സിവിൽ സ്റ്റേഷൻ ജീവനക്കാർക്കും വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങൾക്കും വായനാ സൌകര്യം ഏർപ്പെടുത്തിയാണ് വായനാമൂല ഒരുക്കിയിരിക്കുന്നത്. നോവൽ, കഥകൾ, കവിതാ സമാഹാരം തുടങ്ങി മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ 300-ലധികം പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർക്ക് പുസ്തകങ്ങൾ കൊണ്ടുപോയി വായിക്കാനും സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയക്കെതിരായ വനിതാ ട്വന്റി പരമ്പര ഇന്ത്യയ്ക്ക്. ഇന്ന് നടന്ന 3-ാം മത്സരത്തിൽ ഇന്ത്യ 17 റൺസിന് വിജയിച്ചു. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റിന് 176 റൺസ് എടുത്തിരുന്നു. മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയൻ വനിതകൾക്ക് 9 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 3 മത്സരങ്ങളടങ്ങിയ പരമ്പര 2-1-നാണ് ഇന്ത്യ വിജയിച്ചത്. പുരുഷ ട്വന്റി ലോകകപ്പ് സൂപ്പർ 8 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ന് രാത്രി 7-ന് നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലൻഡ് പാകിസ്ഥാനെ നേരിടും. നാളെയാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40-ന്. ഇന്ന് 6:30-ന്റെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സംസ്ഥാന റവന്യൂ സർവേ പുരസ്കാരങ്ങൾ റവന്യൂ മന്ത്രി കെ രാജൻ പ്രഖ്യാപിച്ചു. മികച്ച ജില്ലാ കളക്ടറായി തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മികച്ച സബ് കളക്ടറായി തിരുവനന്തപുരം സബ് കളക്ടർ OV ആൽഫ്രഡ് എന്നിവരെ തെരഞ്ഞെടുത്തു. മികച്ച കളക്ടറേറ്റിനുള്ള പുരസ്കാരം തിരുവനന്തപുരം കരസ്ഥമാക്കി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേസിൽ ഉൾപ്പെട്ടവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശക്തമായ ശ്രമങ്ങൾ പാർട്ടി തുടരുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നാളെ വൈകിട്ട് ISL മത്സരങ്ങൾ നടക്കുന്നതിനാൽ നഗരത്തിൽ കർശന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. തിരക്ക് ഒഴിവാക്കുന്നതിനായി കാണികൾക്കായി പ്രത്യേക പാർക്കിംഗ് കേന്ദ്രങ്ങളും യാത്രാ ക്രമീകരണങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. മത്സരം കാണാൻ എത്തുന്നവരുടെ സൌകര്യാർത്ഥം നാളെ രാത്രി 11:30 വരെ മെട്രോ സർവീസ് ലഭ്യമായിരിക്കും. ആറ്റുകാൽ ക്ഷേത്ര മഹോത്സവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ നാളെ മുതൽ അടുത്ത മാസം 3 വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. പാടശ്ശേരി, അവിട്ടം തിരുനാൾ ഗ്രന്ഥശാല എന്നീ ഭാഗങ്ങളിൽ നിന്ന് മാത്രമേ ക്ഷേത്രത്തിലേക്ക് വാഹന ഗതാഗതം അനുവദിക്കുകയുള്ളൂ. ക്ഷേത്രത്തിന് സമീപമുള്ള ഇട റോഡുകളിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് പാർക്കിംഗ് അനുവദിക്കില്ല. ഗതാഗത ക്രമീകരണങ്ങളോട് പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് പോലീസ് അറിയിച്ചു. തീരദേശ സുരക്ഷാ അവബോധം, ദേശീയ ഐക്യം, സമൂഹ പങ്കാളിത്തം എന്നിവ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി CISF സംഘടിപ്പിക്കുന്ന വന്ദേമാതരം തീരദേശ സൈക്ലത്തോൺ നാളെ കൊച്ചിയിൽ സമാപിക്കും. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബന്ദി സഞ്ജയ് കുമാർ പരിപാടിയിൽ മുഖ്യാതിഥിയാകും. 25 ദിവസം കൊണ്ട് 6553 കിലോമീറ്റർ ദൂരമാണ് സൈക്ലിസ്റ്റുകൾ സഞ്ചരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിലെ ന്യൂഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ച് 88 ലോകരാജ്യങ്ങൾ. ഉച്ചകോടിക്ക് സമാപനം. സംസ്ഥാനത്ത് SIR നടപടിക്രമങ്ങൾക്ക് ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. പട്ടികയിൽ 2,69,00,000-ലേറെ സമ്മതിദായകർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. പരിമിതികളെ മറികടന്ന് ഭരണഘടനാ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ വികസനം ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 5ാം കേരള പഠന കോൺഗ്രസിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓസ്ട്രേലിയക്കെതിരായ വനിതാ ട്വന്റി പരമ്പര സ്വന്തമാക്കി ഇന്ത്യ.
മൂന്നാം മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 17 റൺസിന് പരാജയപ്പെടുത്തി. പുരുഷ ട്വന്റി ലോകകപ്പ് സൂപ്പർ 8 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.